അള്ളാന്റെ ചോദ്യത്തിനാണ് ഈ വെല്ലുവിളിയാണ് ഒരു മറുപടി അറിയണത്. അമ്മയുജീബുൽ മുദ്തറ ഇദാ ദആ, വിളിച്ചാൽ വിളിപ്പുറത്ത് പ്രയാസപ്പെടുന്നവനങ്ങ് വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം കൊടുക്കുന്നവൻ ആരുണ്ടടോ? അള്ളാന്റെ വെല്ലുവിളിയാണ്. ഒരൊറ്റ ആൾക്കും പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കാൻ കഴിയൂല, അത് അള്ളാഹ്ക്കേ പറ്റുള്ളൂ. ഒരു ദൈവങ്ങൾക്കും ഒന്നിനും വിളിച്ചാൽ വിളി കേട്ടാനോ കേട്ട് ഉത്തരം ചെയ്യാനോ കഴിയൂല. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, ഇൻ തദഉഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കൂല. ഇനി വലൗ സമിഉ, കേട്ടു എന്ന് ആരുടെയെങ്കിലും വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുത്താൽ തന്നെയും മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരവും ചെയ്യൂല. അതിന് കഴിവുള്ളവൻ ഏകനായ അള്ളാഹു മാത്രമാണ്. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശരിക്ക് പഠിച്ചു വെച്ചോളി. ഇതിൽ വെള്ളം ചേർന്നാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂല. വേറെ എന്തു പാപം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കും. ശിർക്ക് ജീവിതത്തിൽ വന്നു പോയിട്ട് മരിച്ചു പോയാലുണ്ടല്ലോ, തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ ഒരു കാലത്തും നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂല. അത്ര ഗുരുതരമായ പാതകമാണ്. അതുകൊണ്ട് അള്ളാഹു ഇത്രയും പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് നിയോഗിച്ചപ്പോൾ അവരൊക്കെ ആദ്യം ജനതയോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അപ്പൊ റബ്ബിന്റെ ചോദ്യം, അമ്മയുജീബുൽ മുദ്തറ ഇദാ ദആ, വിളിച്ചാൽ ആ പ്രയാസപ്പെടുന്നവന്റെ വിളിക്ക് ഉത്തരം കൊടുക്കുന്നവൻ ആരുണ്ട്? ഇത് അറേബ്യൻ മുശ്രിക്കുകൾക്കും അറിയാമായിരുന്നു. നബിന്റെ കാലത്തുള്ള മുശ്രിക്കുകൾക്ക് വരെ ഈ കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നില്ല. സന്നിഗ്ധ ഘട്ടത്തിൽ വിളിച്ചാൽ വിളി കേട്ട് ഉത്തരം ചെയ്യാൻ ആര് മാത്രമാണ് അവരും വിശ്വസിച്ചത്? അല്ലാഹ് മാത്രമാണ്. അതുകൊണ്ടാണ് സമുദ്രത്തിൽ വെച്ച് കാറ്റിലും കോളിലും പെട്ട് കപ്പൽ ആടി ഉലയുമ്പോ അറേബ്യൻ മുശ്രിക്കുകൾ അവരുടെ മറ്റു ദൈവങ്ങളെയൊക്കെ അവർ ഒഴിവാക്കിയിട്ട് അള്ളാഹിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചിരുന്നത് എന്ന് ഖുർആൻ പലയിടങ്ങളിൽ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, വഇദാ മസ്സകുമുൽ ദുർറു ഫിൽ ബഹരി ളല്ല മൻ തദഊന ഇല്ലാ ഇയ്യാഹ്. സൂറത്തുൽ ഇസ്രായിൽ 67-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, നിങ്ങൾ കടലിൽ വെച്ച് നിങ്ങൾക്ക് ആപത്ത് ബാധിച്ചാൽ റബ്ബല്ലാത്തവരെയൊക്കെ അതാ നിങ്ങൾ വിട്ടുകളയുന്നു. റബ്ബിനല്ലാത്തവരെന്നൊക്കെ നിങ്ങൾ മാറുന്നുണ്ടല്ലോ, നിങ്ങൾ അള്ളാഹിനോട് മാത്രമാണല്ലോ ചോദിക്കുന്നത്. പ്രയാസം ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ അവനിലേക്ക് മാത്രമാണല്ലോ നിങ്ങൾ ശരണം പ്രാപിക്കുന്നത് എന്ന് അറേബ്യൻ മുശ്രിക്കുകളോട് ചോദിക്കുന്നത്. അതെന്തിനാന്ന് അവരെ കുറ്റപ്പെടുത്താൻ ചോദിച്ചതല്ല, അങ്ങനെ നിങ്ങൾ എന്നോട് ചോദിക്കരുത് എന്ന് പറയാനല്ല. പിന്നെ എന്തിനാണ് ആ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ബുദ്ധിമുട്ടും ഞെരുക്കവും പ്രയാസമൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്നെ മാത്രമാണല്ലോ വിളിക്കുന്നത് എന്ന് അള്ളാഹു അറേബ്യൻ മുശ്രിക്കുകളുടെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്നത് എന്തിനാ? ഇനി മേലാൽ അങ്ങനെ ചെയ്തു പോകരുതെന്ന് പറയാനാണോ? എന്തിനാണ് അള്ളാഹു അവരുടെ ഈ പ്രവൃത്തിയെ കുറിച്ചോ അവരെ ഓർമ്മപ്പെടുത്തുന്നത്? സമുദ്രത്തിൽ നിങ്ങൾ പ്രയാസപ്പെടുമ്പോ നിങ്ങൾ എന്നെ മാത്രമാണ് വിളിക്കുന്നത്, അതെന്തിനാണ് അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്തുന്നത്? അവരെ കുറ്റപ്പെടുത്താനാ? ഇനി അങ്ങനെ ചെയ്യരുതേ എന്ന് പറയാനല്ല, മറിച്ച് സമുദ്രത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ കരയിലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാനേ ഉള്ളൂ എന്ന് പറയാനാ. അതിനാ അല്ലാഹു അവരോട് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രയാസഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ ഞാനേ ഉള്ളൂ എന്നല്ല നിങ്ങൾ വിശ്വസിക്കുന്നത് എങ്കിൽ നിങ്ങൾ പിന്നെ അത്തരം ഘട്ടങ്ങളിൽ രക്ഷപ്പെട്ടാ പിന്നെ നിങ്ങൾ എന്താണ് എന്നെ മറക്കുന്നത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അതാണ് ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അവരെ കരയിലേക്ക് നാം രക്ഷപ്പെടുത്തിയാൽ അവരതാ ശിർക്ക് ചെയ്യുന്നു. പിന്നെ അവർക്ക് അള്ളാഹനെ വേണ്ട. രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹനെ വിളിക്കുക, രക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹനെ മറക്കുക. ഇതാണല്ലോ നിങ്ങളുടെ സ്വഭാവം. ഇത് അറേബ്യൻ മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്നൊരു സ്വഭാവമാണ്. അവർ കടലിൽ വെച്ച് പ്രയാസം വരുമ്പോൾ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരെ വിളിക്കാറേയില്ല. ആ വിഷയത്തിൽ അറേബ്യൻ മുശ്രിക്കുകളെക്കാളും അധപ്പതിച്ചവരാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ. അവര് കടലിന്നും വിളിക്കുക മുമ്പർത്ത തങ്ങളെ മൊയ്തീശേ മടവൂരേന്നാണ്. കടലിൽ വെച്ച് വിളിക്കാനും പറയുന്നത് അതാണ്. കടലിൽ വെച്ചാണെങ്കിലും നിങ്ങൾ ആരെ വിളിച്ചോളണം എന്നാണ് പറയുന്നത്? ശൈഖന്മാരെ വിളിക്കണം, മൗലിയാക്കന്മാരെ വിളിക്കണം എന്നാണ് ഇവർ പറയുന്നത്. ആ വിഷയത്തിൽ അറേബ്യൻ മുശ്രിക്കുകളെക്കാളും ഇവർ ഒരു പടി മുന്നിലാണ്. അറേബ്യൻ മുശ്രിക്കുകൾ പോലും കടലിൽ വെച്ച് അള്ളാഹിനോടല്ലാതെ തേടിയിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അത്രത്തോളം വളരെ ഗുരുതരമായ ഭവിഷ്യത്തിലേക്കാണ് സമൂഹം നീങ്ങിയിട്ടുള്ളത്.